ജോപ്പാസ് വ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ 27 വെള്ളിയാഴ്ച, ഈശോയുടെ തിരുഹൃദയ തിരുനാൾ. ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും നേർന്നുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും വീടുകളുടെ പ്രധാന വാതിലിന് മുകളിൽ ഈശോയുടെ തിരുഹൃദയ രൂപം സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്തീയ ഭവനത്തിൻ്റെ നാഥനും സംരക്ഷകനും രക്ഷകനും രാജാവുമെല്ലാം ഈശോയാണ് എന്നതിൻ്റെ അടയാളമാണ് ഈ രൂപം. നമ്മുടെ വീടുകളിൽ തിരുഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമ്മളെയും നമ്മുടെ വീടിനെയും നമ്മുടെ വസ്തുവകകളെയെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന പതിവും നമുക്കുണ്ടല്ലോ. മനുഷ്യനോടുള്ള ഈശോയുടെ കരുണാദ്ര സ്നേഹത്തിൻ്റെ അടയാളമാണ് കുത്തിത്തുറക്കപ്പെട്ട അവിടുത്തെ തിരുഹൃദയം. മനുഷ്യനു വേണ്ടി കുരിശിൽ മരിച്ചതും വിശുദ്ധ കുർബാനയിൽ അപ്പമായി തീർന്നതും എല്ലാം നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. എപ്പോഴും നമ്മോടുകൂടെ ആയിരിക്കാനാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് 8-ാം ദിവസം ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ ദിവസം തിരഞ്ഞെടുത്തതും ഈശോ തന്നെയാണ്. 11-ാം ശതാബ്ദം മുതൽ തിരുഹൃദയ ഭക്തി നിലനിന്നിരുന്നു. 1673 മുതൽ 1675 വരെ ഫ്രാൻസിലെ വിസിറ്റേഷൻ മഠത്തിലെ അംഗമായിരുന്ന മർഗരീത്ത മറിയം അലക്കോക്ക് എന്ന സഹോദരിക്ക് അനേകം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തിരുഹൃദയം ഈശോ കാണിച്ചു കൊടുത്തു. ഈശോ തൻ്റെ ഹൃദയം നെഞ്ചിൽ വെച്ച ഒരു വിരൽ കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്നതായും ഹൃദയത്തിൻ്റെ മുകളിൽ ഒരു കുരിശും അതിൻ്റെ കടക്കിൽ നിന്ന് ഒരു അഗ്നിജാല ഉയരുന്നതായും കാണപ്പെട്ടു. ഒരു മുൾമുടി ഹൃദയത്തെ വലയം ചെയ്തിരുന്നു എന്നായിരുന്നു ഈശോ പറഞ്ഞിരുന്നത്. മനുഷ്യരോടുള്ള സ്നേഹത്താൽ കത്തി ജ്വലിക്കുമ്പോഴും പാപികളുടെ പാപഭാരം ഒരു മുൾമുടിയായി ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. 1856 മുതൽ സാർവത്രിക സഭ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. 13-ാം ലയോ മാർപ്പാപ്പ 1899 മനുഷ്യവർഗം മുഴുവനെയും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരുന്നു. തൻ്റെ ഹൃദയത്തോടുള്ള ഭക്തി സഭയിൽ കൊണ്ടാടണമെന്ന് മർഗരീത്ത മറിയത്തിന് ഈശോ തന്നെയാണ് വെളിപ്പെടുത്തി കൊടുത്തത്. സ്നേഹമുള്ളവരെ, ഹൃദയം സ്നേഹത്തിൻ്റെ അടയാളമാണല്ലോ. മൃദുല വികാരങ്ങളുടെ സ്ഥാനമാണല്ലോ. മനുഷ്യനോടുള്ള സ്നേഹത്താൽ തുടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഹൃദയമാണ് നമ്മൾ കാണുന്നത്. കാരുണ്യവും സ്നേഹവും ക്ഷമയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ ഹൃദയം തുറന്നു കാട്ടി നമ്മളെ എല്ലാവരെയും ഈശോ തൻ്റെ അഗാധമായ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുന്ന ദിവസമാണ് തിരുഹൃദയ തിരുനാൾ ദിവസം. അവർക്കും ഒരിക്കൽ കൂടി ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.